വീഡിയോയുടെ തമ്പനയിൽ കണ്ട എല്ലാവരും ഇനി പറയും എന്തിനാ വെറുതെ ഇങ്ങനെ ഹൈപ്പ് കൂട്ടുന്നതെന്ന്. തുടരും സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ഈ ഒരു സിനിമയിലെ ചില രംഗങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. അതായത് തുടരും സിനിമയിലെ ചില സീനുകളൊക്കെ അദ്ദേഹം കണ്ടു. തുടരും സിനിമയിലെ ലാലേട്ടൻ്റെ ചില രംഗങ്ങളൊക്കെ കണ്ട് ഭ്രമരം സിനിമയിലെ ലാലേട്ടനെ ഓർമ്മിപ്പിച്ചു എന്നാണ് തുടരും സിനിമയുടെ സിനിമാറ്റോഗ്രാഫറായ ഫായിസ് സിദ്ദിഖ് പറയുന്നത്. ഇമോഷണൽ വൈസ് ആയാലും ലാലേട്ടൻ്റെ പെർഫോമൻസ് വൈസ് ആയാലും എന്താണോ ഭ്രമരമൊക്കെ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് ആ ഒരു ഫീലാണ് തുടരും സിനിമയിലെ ചില രംഗങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഫായിസ് സിദ്ദിഖ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരുപാട് കാലമായിട്ട് മോഹൻലാൽ എന്ന ആക്ടറിൽ നിന്നും കാണാൻ ആഗ്രഹിക്കുന്ന ചില അഭിനയമുഹൂർത്തങ്ങൾ തുടരും സിനിമയിലെ ചില രംഗങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നിയിട്ടുണ്ടാവും. അതാണ് ഈ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സിനിമയുടെ ഹൈപ്പിന് വേണ്ടി പറഞ്ഞതൊന്നല്ല. ഭ്രമരം സിനിമയിലെ ലാലേട്ടനായിരിക്കും തുടരും സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പലരും എക്സ്പെക്റ്റേഷനൊക്കെ വെക്കും. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കാത്തതാണ് നല്ലത്. മോഹൻലാൽ എന്ന ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമയായിട്ട് തുടരും സിനിമ മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. തുടരും സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾക്കായിട്ടും കാത്തിരിക്കാം. അടുത്ത വർഷം ജനുവരി 30-നാണ് തുടരും സിനിമ റിലീസ് ചെയ്യുന്നത്.